സാധാരണയായിട്ടുള്ള ഒരു സ്വഭാവം പറയട്ടെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അമളി പറ്റിയാൽ, ഉരുണ്ട് വീണാൽ ആദ്യം വരുന്നത് ഒരു ചിരിയായിരിക്കും ഇല്ലേ? നമുക്കിഷ്ടമുള്ള ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളായിരിക്കും. പക്ഷെ എന്നാലും ഒരു വീഴ്ച പറ്റുമ്പോൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. അത് മനുഷ്യ സാധാരണമാണ്. അതുപോലെ ഒരു ചിരി വരുത്തി വെച്ച ഒരു വിനയെക്കുറിച്ചാണ് ഒരു കഥ. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല എന്നുള്ള ബോധ്യം ധൃതരാഷ്ട്രർക്കുണ്ടായിരുന്നു. അപ്പോൾ ധൃതരാഷ്ട്രരോട് വിതുരരും പറഞ്ഞു, ഇവരെ ഇങ്ങനെ ഒന്നിച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ മഹാപ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് രാജ്യം രണ്ടായിട്ട് പകുത്ത് ഒരു പകുതി ദുര്യോധനും ഒരു പകുതി യുധിഷ്ഠിരനും കൊടുക്കാം. സമാധാനമായിട്ട് അവരവരുടെ കാര്യം നോക്കി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ദുര്യോധനൻ്റെ രാജധാനിയാണ് ഹസ്തിനപുരി. ഹസ്തിനപുരത്തിലാണ് ദുര്യോധനൻ്റെ രാജകൊട്ടാരം. അതേസമയം യുധിഷ്ഠിരന് കൊടുത്തത് ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനും ബാക്കി പാണ്ഡവന്മാരും എല്ലാവരുമായിട്ട് പാഞ്ചാലിയും അമ്മയും ഒക്കെ ആയിട്ട് അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്നു. അവർ രാജ്യം ഭരിക്കുന്നു. ആ സമയത്താണ് മയൻ എന്ന് പറയുന്ന ഒരു അസുര ശില്പി, അതായത് നമ്മൾ ആർക്കിടെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരുടെ അസുരലോകത്തിലെ വളരെ വിശിഷ്ടനായ അവരുടെ ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു ശില്പിയാണ് മയൻ എന്ന് പറയുന്ന ആൾ. ആ മയൻ പണിതു കൊടുത്ത ഒരു വലിയ ഒരു മായാസഭ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഉണ്ടാക്കി. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കണ്ടാൽ അത് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുപോലത്തെ ഒരു വിശേഷപ്പെട്ട ഒരു സഭ. ആ സഭ മനോഹരമാണ്, സഭ വളരെ വിചിത്രമാണ്, അതേസമയം അലോകസാധാരണവുമാണ്, ഒരിടത്തും കാണാത്ത വിധത്തിലുള്ള ഒരു സഭ. അപ്പോൾ അത്ര മനോഹരവും വിചിത്രവും അലോകസാധാരണവുമായ ഒരു മായാസഭയാണ് മയൻ പാണ്ഡവന്മാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിന് പ്രത്യേകമായിട്ട് ഒരു ഉപഹാരവും കൂടി മയൻ കൊടുത്തു. എന്താണെന്നറിയോ? ഭീമന് കൈലാസത്തിനടുത്തുള്ള ഏതോ ഒരു വലിയ വിശിഷ്ടരായിട്ടുള്ള മുനിമാർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ മയൻ സന്ദർശിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ഗദ. ഭീമൻ ഗദയുടെ ആളാണ് ഇല്ലേ? ഗദായുദ്ധത്തിലാണ് ഭീമൻ വൈദഗ്ധ്യം കാട്ടിയിരുന്നത്. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഗദയും അർജുനന് ദേവദത്തം എന്ന് പറയുന്ന ഒരു ശംഖും. ഈ ദേവദത്തെക്കുറിച്ചിട്ടൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ദേവദത്ത പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. ധനഞ്ജയൻ അർജുനനാണ്. അർജുനൻ്റെ ശംഖിൻ്റെ പേരാണ് ദേവദത്തം. അത് ആര് കൊടുത്തതാ? മയൻ കൊടുത്തതാണ്. മയനാണ് ഭീമന് ഗദയും അർജുനന് ദേവദത്തവും കൊടുത്തത്. അങ്ങനെ ഈ സഭയെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ നാട് മുഴുവൻ പരന്നു. ഇതൊക്കെ കേട്ട് പാണ്ഡവന്മാരുടെ വിശേഷങ്ങളൊക്കെ കേട്ടാൽ ഇരിക്കപ്പുറതിയില്ലാത്തത് ആർക്കാണ്? കൗരവന്മാർക്ക്, പ്രത്യേകിച്ച് ദുര്യോധനന്. അപ്പോൾ ഇത്രയും വിശേഷപ്പെട്ട സഭ ഒന്ന് കാണണമല്ലോ എന്നിങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ വിളിക്കാതെ പോണത് എങ്ങനെയാ? ആ സമയത്താണ് യുധിഷ്ഠിരൻ രാജസൂയം എന്ന യാഗം നടത്തുന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ രാജസൂയം നടത്തിയപ്പോൾ ക്ഷണിതാക്കളായിട്ട് കൗരവന്മാരെല്ലാവരും അവിടെ വന്നു. യാഗാനന്തരം അവരെല്ലാവരും ഈ മായാസഭയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ചുറ്റി നടന്ന് എല്ലാ വിശേഷങ്ങളും കാണുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക, നർമ്മകരമായിട്ടുള്ള രീതിയിൽ ചിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിശേഷങ്ങളുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനപ്പുറത്ത് വെള്ളമാണെന്ന് തോന്നും. വെള്ളമാണെന്ന് വിചാരിച്ച് നമ്മൾ മുണ്ടൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കില്ലേ, അതുപോലെ ഉടുത്തിരുന്നതെല്ലാം ഇങ്ങനെ പൊക്കി പതുക്കെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ വെള്ളമില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ നേരത്തെ കണ്ടതല്ലേ, ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ നടന്നങ്ങ് ചെല്ലുമ്പോഴേക്കും പ്ലക്കെന്നും പറഞ്ഞ് വെള്ളത്തിൽ വീഴുക. അവിടെ വെള്ളമുണ്ട്. ഈ സ്ഥലജലഭ്രമം എന്ന് പറയും. അതാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന മയൻ്റെ വിശേഷകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണത്. സ്ഥലജലഭ്രമം ഉണ്ടാക്കുക. ആളുകൾക്ക് വെള്ളമുള്ളിടത്ത് ഇല്ലയെന്ന് തോന്നും, വെള്ളം ഇല്ലാത്തിടത്ത് ഉണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെ കണ്ണാടി കൊണ്ടുള്ള ഒരു മായാജാലം. കണ്ണാടി ഇല്ലാത്തിടത്ത് തോന്നും അപ്പുറത്ത് കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒക്കില്ല എന്ന്. അതുകൊണ്ട് കണ്ണാടി ഉണ്ടെന്ന് വിചാരിച്ച് തിരിഞ്ഞു പോകും. എന്നാൽ കണ്ണാടി ഇല്ലാത്ത സ്ഥലത്തോ നമ്മൾ നേരെ അങ്ങോട്ട്, ഇവിടെ കണ്ണാടി ഇല്ല എന്ന് പറഞ്ഞ് നേരെ പോകുമ്പോൾ കണ്ണാടി ചെന്ന് മുഖമടിച്ച് വീഴും. ഇങ്ങനെയൊക്കെയുള്ള കുസൃതികൾ നിറഞ്ഞിട്ടുള്ള ചില വിദ്യകൾ എല്ലാം ഈ മായാസഭയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദുര്യോധനൻ്റെ അമ്മാവൻ ശകുനിയും എല്ലാവരും കൂടി ഇങ്ങനെ പോയി ഇതെല്ലാം കറങ്ങി നടന്ന് വരുമ്പോഴാണ് ദുര്യോധനന് ഈ രണ്ട് അബദ്ധങ്ങളും പറ്റും. വെള്ളമുള്ളിടത്ത് വെള്ളം ഇല്ലയെന്ന് വിചാരിച്ച് നടന്ന് ചെന്ന് വെള്ളത്തിൽ വീഴുകയും ചെയ്തു.
അത് കഴിഞ്ഞ് നനഞ്ഞ ഇതൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴാണ് ദൂരെ ഒരിടത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നൽ കാണുമ്പോൾ പറയേ ഇല്ല, അത് അവിടെ കണ്ടതുപോലെയാണല്ലോ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലാത്തിടത്ത് ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. ഇതെല്ലാം ചെയ്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിരുന്ന ആരാണ്? മാളികയുടെ മുകളിൽ നിന്ന് പാഞ്ചാലി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവരുടെ ഈ സ്ഥലജലഭ്രമവും വിഭ്രാന്തികളും ഒക്കെ കണ്ട് ദുര്യോധനൻ വെള്ളത്തിൽ കമന്നടിച്ച് വീണ കണ്ടപ്പോൾ പാഞ്ചാലി മുകളിൽ നിന്ന് കൈകൊട്ടി ചിരിച്ചു. പോരെ, മഹാരാജാവിന് പറ്റിയ അമളി കണ്ടുകൊണ്ട് ഒരു സ്ത്രീ അത് ചിരിക്കണതോ മോശം, അതിൻ്റെ കൂടെ ഒരു സ്ത്രീ ചിരിക്കുക എന്ന് പറഞ്ഞാൽ രാജാവിന് ഇതിൽ പരം അപമാനമുണ്ടോ? കളിയാക്കി എൻ്റെ മാനം കെടുത്തിയില്ലേ എന്നുള്ള രീതിയിൽ ദുര്യോധനൻ്റെ ഉള്ളു മുഴുവൻ ഇങ്ങനെ ജ്വലിച്ചു. ദേഷ്യം കൊണ്ട്, പാഞ്ചാലിയോടുള്ള ദേഷ്യം കൊണ്ട്. ഈ ചിരി ഞാൻ എന്നത്തേക്കുമായിട്ട് ഇല്ലാണ്ടാക്കും എന്ന് മനസ്സിലങ്ങ് സ്വയം ശപഥം ചെയ്യുകയാണ് ദുര്യോധനൻ. എന്നിട്ടാണ് എന്താ ഇതിന് പകരം ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അമ്മാവനോട്. അമ്മാവനാണെങ്കിൽ കുബുദ്ധിയുടെ അഗ്രേസരനാണ്. എന്ത് വക്രഗതിയിൽ ചിന്തിക്കണോ അതൊക്കെ ഈ ശകുനി എന്ന് പറയുന്ന അമ്മാവന് സാധ്യമാണ്. ശകുനി ഗാന്ധാരിയുടെ സഹോദരനാണ്. അതാണ് മുറപ്രകാരം അമ്മാവനാണ്. അമ്മാവനും അനന്തരവനും കൂടിയാണല്ലോ കാണാൻ വന്നത്. അപ്പോൾ ദുര്യോധനൻ്റെ മനസ്സിലെ ആ ഒരു അമളി പറ്റിയതിലുള്ള അപമാനവും ഇച്ഛാഭംഗവും എല്ലാം കൂടെ കണ്ട് ആകെ നാണിച്ചിങ്ങനെ നിൽക്കുന്ന ദുര്യോധനൻ്റെ അടുക്കൽ ശകുനി പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നീ വിഷമിക്കൊന്നും വേണ്ട. എന്താണെന്നറിയോ, യുദ്ധത്തിൽ നമുക്കിവരെ തോൽപ്പിക്കാൻ പറ്റില്ല. യുദ്ധം മുറയിൽ അവർ നമ്മളെക്കാൾ മുകളിലാണ്. പക്ഷേ നമുക്ക് കുബുദ്ധി ഉപയോഗിച്ച്, വക്രബുദ്ധി ഉപയോഗിച്ച് നമുക്കിവരെ തോൽപ്പിക്കാൻ പറ്റും. അതിന് ഞാൻ ആശാനാണല്ലേ. അനന്തരവനോട് അമ്മാവൻ പറയാണ്, അതിന് ഞാൻ മതി, വേറെ ആരും വേണ്ട. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ ഒരു ചൂത് കളിക്ക്. യുധിഷ്ഠിരന് ചൂതുകളി എന്ന് പറയുന്നതിൽ ഭയങ്കര ഭ്രമമാണ്. കാര്യം വളരെ ധർമ്മപുത്രരൊക്കെ ആണെങ്കിലും ചെറിയ ചില ദൗർബല്യങ്ങൾ യുധിഷ്ഠിരനുള്ളതിൽ ഒന്ന് ചൂതുകളിയോടുള്ള ആഗ്രഹവും ഭ്രമവുമാണ്. അപ്പോൾ നമുക്കിവരെ ചൂത് കളിക്കാൻ വിളിക്കാം. ക്ഷത്രിയരുടെ ഒരു വിനോദമാണ്, രാജാക്കന്മാരുടെ വിനോദമാണ് ചൂത് കളിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ വരട്ടെ ചൂത് കളിക്കാനായിട്ട്. കൗരവന്മാരെ പ്രതിനിധീകരിച്ച് ഞാനിരിക്കാം, നീ ഇരിക്കണ്ട. അനന്തരവനോട് പറയാം, നീ ഇരിക്കണ്ട, നിങ്ങളെ പ്രതിനിധീകരിച്ച് ഞാനിരിക്കാം, അവരെ പ്രതിനിധീകരിച്ച് യുധിഷ്ഠിരൻ ഇരിക്കട്ടെ, നമുക്ക് കളിക്കാം. എൻ്റെ വക്രബുദ്ധി കൊണ്ട് ഞാൻ ഇവരെ കള്ളക്കളിയിൽ ഇവരെ തോൽപ്പിക്കാം. പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം. അതല്ലേ വേണ്ടത്, നിനക്കതല്ലേ വേണ്ടൂ. ഇവരെ അതുപോലെ തന്നെ നാണം കെടുത്തണം, ഇല്ലെങ്കിൽ അവമാനിക്കണം. അത് ഞാൻ ഏറ്റു. അങ്ങനെയാണ് വളരെ ഇതിഹാസത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചൂതുകളി നടക്കുന്നതും പാണ്ഡവന്മാർക്ക് ആപത്തുകൾ ഉണ്ടാവുന്നതുമൊക്കെ. അത് നമുക്ക് പിന്നെ പറയാം.